ഒരിക്കലൊരു ദേവാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയം ായ റമ്പാച്ചനാണ് എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നത്. മനസ്സുകൊണ്ട് ആവേശവും ഊർജവും ഉണ്ടെങ്കിലും അവരെല്ലാവരും തളർന്നിരിക്കുന്ന ഒരവസ്ഥയിൽ വൈദികനടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും തളർന്നിരിക്കുന്നു, ഇനി നമുക്ക് ജോലി നിർത്താം. തുടർന്ന് എല്ലാവർക്കും റമ്പാച്ചൻ തന്നെ ഭക്ഷണം വിളമ്പി. കല്ലും മണ്ണും പൊടിയും കലർന്ന് ശരീരമാസകലം വിയർത്തൊലിച്ചിരിക്കുന്ന അവർ ഭക്ഷണം കഴിഞ്ഞ ഉടനെ വീടുകളിലേക്ക് മടങ്ങുവാനായി തുടങ്ങിയപ്പോൾ റമ്പാച്ചൻ അവരോട് പറഞ്ഞു, നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം. അവർ പറഞ്ഞു, റമ്പാച്ചോ, ഞങ്ങളൊക്കെ വിയർത്തിരിക്കുക. റമ്പാച്ചൻ കാണുന്നില്ലേ, ഞങ്ങളുടെ ദേഹം മുഴുവൻ പൊടിയും മണ്ണും കുമ്പായും ഒക്കെയല്ലേ, ഞങ്ങളെങ്ങനെ റമ്പാച്ചൻ്റെ അടുത്ത് വന്നൊന്ന് പ്രാർത്ഥിക്കും? നിങ്ങൾ എൻ്റെ അടുത്തോട്ട് വരണ്ട, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം. ഇത് പറഞ്ഞ് റമ്പാച്ചൻ അവരുടെ അടുത്തേക്ക് ചെന്നു. അവരുടെ ഓരോരുത്തരുടെയും കൈകൾ ബലമായി പിടിച്ച് മുത്തം നൽകി. എല്ലാവരും അമ്പരന്ന് നിന്നു. പുണ്യാത്മാവായ വൈദികൻ്റെ കൈകളിൽ മുത്തം നൽകുന്ന രീതിയെ അന്നുവരെ അവർ കണ്ടിട്ടുള്ളൂ. എന്നാൽ ഇപ്പോഴിതാ വിയർത്തൊലിച്ചിരിക്കുന്ന അവരുടെ കൈകളിൽ റമ്പാച്ചൻ മുത്തം നൽകുന്നു. അവർ ആശങ്കയോടെ ചോദിച്ചു, റമ്പാച്ചു, എന്താ ഇത്? ഞങ്ങളല്ലേ ആ കൈകളിൽ മുത്തം നൽകേണ്ടത്? അതിനു പകരം അങ്ങ് ഈ പാപികളുടെ കൈകളിൽ മുത്തം നൽകുവാണോ? റമ്പാച്ചൻ പറഞ്ഞു, അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയുമാണ് ഞങ്ങളെക്കാൾ ദൈവത്തിന് കൂടുതൽ ഇഷ്ടം. നിങ്ങളോട് ദൈവം കൃപ ചൊരിയുന്നത്ര വേഗത്തിൽ ഞങ്ങളോട് കൃപ ചൊരിയുകയില്ല. ഞങ്ങളെക്കാൾ നിങ്ങളാണ് ദൈവത്തിൻ്റെ കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. അതാണ് ഞാൻ നിങ്ങളുടെ കൈകൾ മുത്തിയത്. ആ വൈദികന്റെ വാക്കുകൾ അവരുടെ കണ്ണുകളെ ഈറനണിയിച്ചു. അവർ ഒരുമിച്ച് റമ്പാച്ചനോടൊപ്പം പ്രാർത്ഥിച്ചു. ആ തൃക്കരങ്ങളിൽ മുത്തം നൽകി പിരിഞ്ഞുപോയി. നന്മയുടെ പര്യായമെന്നും അനുകമ്പയുടെ അവതാരമെന്നും എളിമയുടെ കാവലാളെന്നും വിശേഷിപ്പിക്കുന്ന പാമ്പാടി തിരുമേനിയായിരുന്നു ആ റമ്പാച്ചൻ.